അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 7ാമത്തെ പാഠം അദ്ദൗലത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക സ്റ്റേറ്റ്. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യകാലത്തുള്ള പ്രബോധനത്തെക്കുറിച്ചും അവിടുന്ന് അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചും ഹിജ്റയെക്കുറിച്ചും ഇങ്ങനെയുള്ള നടന്ന യുദ്ധങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. മാനവ ചരിത്രത്തിലെ സുപ്രധാന സംഭവമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ മാനവ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സംഭവമാണ്. 40ാം വയസ്സിൽ പ്രവാചകത്വം ലഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ തൗഹീദിലേക്കും നന്മയിലേക്കും ക്ഷണിച്ചു. എത്രാമത്തെ വയസ്സിലെ പ്രവാചകത്വം ലഭിച്ചത്? 40ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ത് ലഭിച്ചോ? പ്രവാചകത്വം ലഭിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ തൗഹീദിലേക്കും നന്മയിലേക്കും ക്ഷണിച്ചു. തിന്മകളിൽ മതിമറന്ന ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തു. വെറും തിന്മകൾ ചെയ്ത് മാത്രം ജീവിച്ചിരുന്ന ആ ജനത എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും കഠിനമായി ഉപദ്രവിച്ചു. ഭയങ്കരമായ ശക്തമായ ഉപദ്രവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും നേരിട്ടു, അവിടുത്തെ അനുയായികൾക്കും നേരിട്ടു. ഇതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. ഇത്രയൊക്കെ അക്രമം നടത്തിയിട്ടും അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രബോധനം ചെയ്തു, തുടർന്നു കൊണ്ടേയിരുന്നു. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, എൻ്റെ വലത് കയ്യിൽ സൂര്യനും ഇടത് കയ്യിൽ ചന്ദ്രനെയും വെച്ചു തന്നാലും വിജയം നേടുകയോ ഈ മാർഗത്തിൽ മരണം വരിക്കുകയോ ചെയ്യും വരെ ദൗത്യം തുടരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. എത്ര വലിയ അക്രമങ്ങൾ വന്നിട്ടും നബി തങ്ങൾ എന്ത് ചെയ്തില്ല? പിന്മാറിയില്ല. അവസാനം അവരുടെ റസൂൽ പറഞ്ഞു, എൻ്റെ വലത് കയ്യിൽ സൂര്യനെയും ഇടത് കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഞാൻ എന്താകൂല, ഇതിൽ നിന്ന് പിന്മാറുകയില്ല. ഒന്നുകിൽ എനിക്കെന്ത് ചെയ്യണം? വിജയം നേടണം. ഒന്നുകിൽ ഞാൻ എന്ത് ചെയ്യണം? വിജയിക്കണം. അതല്ലെങ്കിൽ ഞാൻ മരിക്കണം. അതുവരെ ഞാൻ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? പ്രബോധനം ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു. പ്രകോപനങ്ങൾ ഫലിക്കാതായപ്പോൾ ഖുറൈശികൾ പ്രലോഭനത്തിൻ്റെ വഴി തേടി. അക്രമകരമായ കാര്യങ്ങളൊന്നും ഫലിക്കണില്ല. അത് കണ്ടപ്പോൾ അവരെന്ത് പ്രലോഭനത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങി. ഷോപ്പിങ്ങിൻ്റെ വഴിയിലേക്ക് എന്ത് ചെയ്തു? അവർ നീങ്ങി. വേണ്ടതെല്ലാം നൽകാമെന്നും ദൗത്യത്തിൽ നിന്ന് പിന്മാറണമെന്നും അവർ അപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എന്ത്? വേണ്ടതെല്ലാം ഞങ്ങൾ നൽകാം, ദൗത്യത്തിൽ നിന്ന് പിന്മാറണമെന്ന് എന്ത് ചെയ്തു? നബി തങ്ങളോട് അവർ പറഞ്ഞു. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരസിച്ചു. അതിനും നബി തങ്ങൾ വില കൊടുത്തില്ല. അവരാ പറഞ്ഞതിനെയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചില്ല. തുടർന്ന് ഖുറൈശികൾ ഒരു വിലക്ക് ഏർപ്പെടുത്തി. ഇതും ഫലിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കുടുംബത്തെ എന്ത് ചെയ്തു? ഒരു വിലക്ക് ഏർപ്പെടുത്തി. ഷുഐബ് അബി ത്വാലിബ് എന്ന് പറയുന്ന അബൂ ത്വാലിബും കുടുംബവും താമസിക്കുന്ന ഒരു മലഞ്ചെരുവാണ്, ഒരു മലയുടെ ചെരുവാണ്, താഴ്വരയാണ്. അവിടെയാണ് എന്ത് ചെയ്തത്? അവിടേക്ക് മറ്റുള്ളവരുടെ സഹായങ്ങളൊന്നും എത്താത്തൊരു ഏരിയ. അവിടെ എന്ത് ചെയ്തു? 2 കുടുംബത്തെ, ബനു ഹാഷിം, ബനു മുത്തലിബ് കുടുംബം, ഈ 2 കുടുംബത്തെയും അവിടെ എന്ത് ചെയ്തു? അവിടെ ഭദ്രമായിട്ട് അവിടെ ഉപരോധിച്ചു. അങ്ങോട്ടൊരു ബന്ധമില്ലാതെ 3 വർഷമാണ് ആ ഉപരോധം നീണ്ടു നിന്നത്. ആ ഉപരോധത്തിനിടയിൽ സഹിക്കാൻ കഴിയാത്ത വിശപ്പിൻ്റെ കാഠിന്യം കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുടുംബവും പച്ച ഇലകൾ പോലും ഭക്ഷിച്ചിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടായ സംഭവങ്ങൾ ഭയങ്കരമായ പ്രയാസപ്പെട്ടൊരു ഉപരോധമാണത്. പിന്നീട് ഖുറൈശികളുടെ കൂട്ടത്തിൽ തന്നെ കുട്ടികളുടെയൊക്കെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ എതിർത്തിട്ടാണ് ആ ഉപരോധം അവിടെ അവസാനിക്കുന്നത്. നുബുവത്തിൻ്റെ 7ാം വർഷം ഉപരോധം തുടങ്ങുന്നു. നുബുവത്തിൻ്റെ 10ാം വർഷം 3 വർഷം ആ ഉപരോധം തുടർന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും നബി തങ്ങൾ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയില്ല. ഇസ്ലാം വളർന്നുകൊണ്ടിരുന്നു. മക്കയിൽ ഹജ്ജിന് വന്നിരുന്ന പരിസര പ്രദേശത്തുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഇസ്ലാം ആശ്ലേഷിക്കാനിടയായി. ഇസ്ലാം എന്ത് ചെയ്തു? വളർന്നുകൊണ്ടേയിരുന്നു. മക്കയിൽ ഹജ്ജിന് വന്നിരുന്ന പരിസര പ്രദേശത്തുകാർ, മക്കയുടെ പരിസരത്ത് നിന്നും ഹജ്ജിന് വേണ്ടി വന്നിരുന്ന ആ ആളുകൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് ഇസ്ലാം ആശ്ലേഷിക്കാനിടയായി. എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന്. അപ്പോൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അവരെങ്ങനെ ഹജ്ജ് ചെയ്യാൻ വരണമെന്നുള്ളത് ഇതുണ്ടാവും. അന്നത്തെ കാലത്ത് ഖുറൈശികൾക്കിടയിൽ എന്തുണ്ടായിരുന്നു? ഹജ്ജും തവാഫൊക്കെ നടന്നിരുന്നു. പക്ഷേ തവാഫും ഹജ്ജും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അവരുടെ ആചാരമനുസരിച്ചായിരുന്നു അവർ ചെയ്തിരുന്നത്. അവർ നഗ്നമായ വസ്ത്രങ്ങളില്ലാതെ നഗ്നമായിട്ടായിരുന്നു തവാഫ് ചെയ്തിരുന്നത്. അങ്ങനത്തെ ഓരോ ആചാരങ്ങളാണ്.
മക്ക മുശ്രിക്കുകൾ എന്ന് പറയുന്നവർ അവർ അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്തവരല്ല, അള്ളാഹുവിൽ വിശ്വാസമുണ്ടവർക്ക്. അതിനോട് കൂടെ എന്ത് ചെയ്തു? അവർ ബിംബങ്ങൾ, മറ്റു വിഗ്രഹങ്ങളെയും അവർ ആരാധിച്ചു. അതുകൊണ്ടാണ് അവർക്ക് മുശ്രിക്ക് എന്ന് പേര് വന്നത്. ശിർക്ക് ചെയ്യുന്നവർ അള്ളാഹുവിനോട് മറ്റു ബിംബങ്ങളെ, ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള ബിംബങ്ങളെ എന്ത് ചെയ്തു? അതിനോട് കൂടെ ആരാധിച്ചു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ്. അതുകൊണ്ടാണ് അവർക്ക് മുശ്രിക്ക് എന്ന പേര് വന്നത്. അതാണ് നമ്മൾ ഉത്തുബത്ത് ബിൻ റബിയ മുമ്പത്തെ പാഠത്തിൽ പറഞ്ഞല്ലോ. ഉത്തുബത്ത് റബിയ പറയുന്നുണ്ട്, ഖുർആനെ പറഞ്ഞ് അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞിട്ടാണ് പറയണത്. അള്ളാഹുവിനെയാണ് അവിടെ സത്യം ചെയ്യണത്. യഥാർത്ഥത്തിൽ ഉത്തുബത്ത് റബിയ മുസ്ലിം ആയിട്ടില്ല, അതിന് മുമ്പുള്ള സംഭവമാണ് ആ പറയുന്നത്. പക്ഷേ അപ്പോഴും അവൻ സത്യം ചെയ്യുന്നത് എന്തിനാണ്? അള്ളാഹുവിനെയാണ്, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? സത്യം ചെയ്യുന്നത്. അപ്പോൾ മക്ക മുശ്രിക്കുകൾ എന്താണ്? ശിർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗമായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അവരുടേതായ രീതിയിൽ അവർ ഹജ്ജും തവാഫും കാര്യങ്ങളൊക്കെ അവർ നോമ്പ് നോറ്റിയിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തിരുന്നു. അതാണ് ആ പറഞ്ഞത്. ഹജ്ജിന് വേണ്ടി വന്ന പരിസര പ്രദേശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഇസ്ലാം എന്ത് ചെയ്തു? ആശ്ലേഷിക്കാനിടയായി എന്ന് പറഞ്ഞത്. ഇക്കൂട്ടത്തിൽ യസ്രിബിൽ നിന്നെത്തിയവർ ഇസ്ലാം സ്വീകരിക്കുകയും നാട്ടിലേക്ക് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും സംരക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ആ കൂട്ടത്തിൽ വന്ന മക്കയുടെ പരിസരത്ത് പ്രദേശത്ത് വന്ന കൂട്ടത്തിൽ ഏത് ടീമുണ്ട്? യസ്രിബിൽ നിന്ന് വന്ന ടീമുണ്ട്. അവരെന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിക്കുകയും അവരെന്ത് ചെയ്തു? നാട്ടിലേക്ക് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുയായികളെയും സംരക്ഷിക്കാമെന്ന് എന്ത് ചെയ്തു? അവർ ഉറപ്പ് നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. പ്രവാചകത്വ ലബ്ധിയുടെ 13-ാം വർഷത്തിലായിരുന്നു ഇത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച് 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ യസ്രിബിൽ നിന്നുള്ള ആളുകൾ വരുന്നു. അവർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഇസ്ലാം മതം ഇസ്ലാം സ്വീകരിക്കുന്നു. എന്നിട്ട് നബി തങ്ങളെ യസ്രിബിലേക്ക് അവർ ക്ഷണിക്കുന്നു. എല്ലാവിധ സംരക്ഷണങ്ങളും അവർ നൽകാമെന്ന് പറയുന്നതൊക്കെ എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി 13-ാം വർഷത്തിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. വിവരമറിഞ്ഞ ഖുറൈശികൾ ദാറുൻ നദ്വയിൽ യോഗം ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ തീരുമാനിച്ചു. എവിടെയാണ് യോഗം ചേർന്നത്? ദാറുൻ നദ്വയിൽ അവർ യോഗം ചേർന്നിട്ട് നബി തങ്ങളെ വധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അനുവാദം നൽകി. അപ്പം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം അല്ലാഹു തആല നൽകി. ഖുറൈശികൾക്ക് പിടി നൽകാതെ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയി. ശത്രുക്കൾ പിടി കൊടുക്കാൻ എന്ത് ചെയ്തു? തൻ്റെ കൂട്ടുകാരനാകുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ മദീനയിലേക്ക് പോവാണ്. 12 ദിവസത്തെ യാത്രയ്ക്കു ശേഷം നുബുവത്തിൻ്റെ 14-ാം വർഷം റബീഉൽ അവൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്രിബിലെത്തി. 12 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നുബുവത്തിൻ്റെ 14-ാം വർഷം റബീഉൽ അവൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ എത്തി? യസ്രിബിലെത്തി. അതോടെ യസ്രിബ് മദീനത്തുൻ നബവി എന്നും അതോടെ യസ്രിബിൻ്റെ പേരെന്തായി മാറി? മദീനത്തുൻ നബവി എന്ന് പേര് വന്നു. പിന്നീടോ അത് ലോപിച്ച് പിന്നീട് മദീനയുമായി. പിന്നീടാണ് അത് ഈ മദീനത്തുൻ നബി എന്നത് മാറിയിട്ടാണ് ഏത് വന്നത്? മദീന എന്ന പേര് വന്നത്. മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മസ്ജിദുൻ നബവി നിർമ്മിച്ചു. മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ആദ്യം എന്ത് ചെയ്തു? മസ്ജിദുൻ നബവി നിർമ്മിച്ചു. തന്നോടൊപ്പം എത്തിയ മക്കാനിവാസികളായ മുഹാജിറുകൾക്കും തദ്ദേശീയരായ അൻസാറുകൾക്കുമിടയിൽ സാഹോദര്യം ഊട്ടിയുറപ്പിച്ചു. കൂടെ വന്ന മുഹാജിറുകളെയും അതുപോലെ തന്നെ ആ പ്രദേശത്തുകാരായ തദ്ദേശീയരായ അൻസാറുകൾക്കിടയിൽ സാഹോദര്യം എന്ത് ചെയ്തു? ഊട്ടിയുറപ്പിച്ചു. മദീനയിലെ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കുമിടയിൽ പരസ്പര സഹകരണം ഉറപ്പാക്കുന്ന കരാർ ഉണ്ടാക്കി. മദീനയിലെ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കുമിടയിൽ, മുസ്ലിമായവർക്കും അല്ലാത്തവർക്കുമിടയിൽ പരസ്പരം സഹകരണം ഉറപ്പാക്കുന്ന ഒരു കരാറുണ്ടാക്കി. മദീന കരാർ എന്ന പേരിൽ അറിയപ്പെടുന്ന കരാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാഷ്ട്രത്തിൻ്റെ തലവനായി അധികാരമേറ്റു. നബി തങ്ങൾ എന്ത് ചെയ്തു? ആ രാഷ്ട്രത്തിൻ്റെ തലവനായിട്ട് അധികാരമേറ്റു. നീതി, അക്രമരാഹിത്യം, സത്യം, ഇലാഹി നിയമപാലനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു മാതൃകാ ഭരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? നേതൃത്വം നൽകി. നീതിയോടുകൂടെ എന്ത് ചെയ്യണം? ജീവിക്കണം. അക്രമരാഹിത്യം, എവിടെയും അക്രമം പാടില്ല. സത്യം, എവിടെയും നോക്കിയാലും സത്യസന്ധമായ കാര്യങ്ങളെ കാണാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇലാഹി നിയമപാലനം,
ഇലാഹി നിയമപാലനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഒരു മാതൃകാ ഭരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം നൽകി. മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ഖുറൈശികൾ തീരുമാനിച്ചു. മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ആര് തീരുമാനിച്ചു? ഖുറൈശികൾ തീരുമാനിച്ചു. ഇതിൻ്റെ ഫലമായി ഹിജ്റ 2-ാം വർഷം ബദ്ർ യുദ്ധം ഉണ്ടായി. ഇതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ബദ്ർ യുദ്ധം. ഹിജ്റ 2-ാം വർഷം ബദ്ർ യുദ്ധം ഉണ്ടായത്. 300-ൽ പരം അംഗസംഖ്യയുള്ള നിരായുധരായ മുസ്ലിം സൈന്യം 1000-ഓളം സംഖ്യയുള്ള സർവസജ്ജരായ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തി. വെറും 300 ചില്ലാനം സ്വഹാബാക്കൾ, 300-ൽ പരം സ്വഹാബാക്കൾ. അവരുടെ കയ്യിലാണെങ്കിലോ ആയുധങ്ങളുമില്ല, നിരായുധരായിരുന്നു. അവരെന്ത് ചെയ്തു? ആയിരക്കണക്കിന് 1000-ഓളം അംഗസംഖ്യയുള്ള ശത്രുനിരയെ, അവരോ സർവസജ്ജരായിരുന്നു. അവർ ആയുധത്തിലും എല്ലാ കാര്യത്തിലും സർവസജ്ജരായിരുന്നു. അവരെന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. വിശ്വാസവും ഭക്തിയുമായിരുന്നു മുസ്ലിങ്ങളെ വിജയശ്രീലാളിതരാക്കിയത്. മുസ്ലിങ്ങൾക്ക് വിജയം നൽകിയത് എന്താണ്? അവരുടെ വിശ്വാസവും ഭക്തിയുമായിരുന്നു അവർക്ക് വിജയം നൽകിയത്. ബദർ എന്നും ലോക ചരിത്രത്തിലെ മഹാസംഭവമായി നിലനിൽക്കുന്നു. പിന്നീട് ഹിജ്റ 3-ാം വർഷം ഉഹദ് യുദ്ധവും 5-ാം വർഷം ഖന്തഖ് യുദ്ധവും ഉണ്ടായി. ഉഹദ് യുദ്ധം ഹിജ്റ 3-ാമത്തെ വർഷം, ഖന്തഖ് യുദ്ധം ഉണ്ടാകുന്നത് ഹിജ്റ 5-ാമത്തെ വർഷം. 6-ാം വർഷം ഉംറ ചെയ്യാനെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ഖുറൈശികൾ തടഞ്ഞു. ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിൽ നിന്നും വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും ഖുറൈശികൾ എന്ത് ചെയ്തു? തടഞ്ഞു. ഇതിനെ തുടർന്നുണ്ടായ ചർച്ചകൾ ഹുദൈബിയ കരാറിൽ കലാശിച്ചു. അപ്പോൾ അവിടെ തടഞ്ഞത് മുതൽ എന്ത് ചെയ്തു? അവിടെ ഒരു ചർച്ച നടന്നു. ആ ചർച്ച എന്തിൽ അവസാനിച്ചത്? ഹുദൈബിയ കരാറിൽ എന്ത് ചെയ്തു? കലാശിച്ചു, അവസാനിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുറൈശികൾക്കും മുസ്ലിങ്ങൾക്കുമിടയിലെ സംഘട്ടനങ്ങൾക്ക് താൽക്കാലിക വിരാമം വന്നു. ആ ഹുദൈബിയ കരാറോടുകൂടെ എന്ത് ചെയ്തു? അവർക്കിടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ താൽക്കാലികമായിട്ട് വിരാമം വന്നു. ഇത് ഇസ്ലാമിനെ പഠിക്കാൻ ശത്രുക്കൾക്ക് അവസരം നൽകി. ഈ ഒരു അവസരം എന്ത് ചെയ്തു? ശത്രുക്കൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരമായി. അതുപോലെ തന്നെ ഇസ്ലാമിക പ്രചാരണത്തിന് ആക്കം കൂട്ടി. ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് എന്ത് ചെയ്തു? ആക്കം കൂട്ടുകയും ചെയ്തു. ഹിജ്റ 8-ാം വർഷം ഖുറൈശികൾ കരാർ ലംഘിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളുമായി മക്കയിലെത്തി. ഹിജ്റ 8-ാം വർഷം ഖുറൈശികൾ എന്ത് ചെയ്തു? ആ കരാർ എന്ത് ചെയ്തു? ലംഘിച്ചു. ഏത് കരാറ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹുദൈബിയ കരാർ എന്ന് പറഞ്ഞില്ലേ, ആ കരാർ അവരെന്ത് ചെയ്തു? ലംഘിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളുമായി മക്കയിലെത്തി. യുദ്ധമില്ലാതെ മക്കയെ കീഴ്പ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും എന്ത് ചെയ്തു? യുദ്ധമൊന്നും ചെയ്യാതെ എന്ത് ചെയ്തു? മക്കയെ കീഴ്പ്പെടുത്തി. കഅബയും പരിസരവും ശുദ്ധീകരിച്ചു. മക്ക കീഴടക്കിയതിന് ശേഷം ആദ്യം ചെയ്ത പരിപാടി എന്താ? കഅബയെയും പരിസരവും എന്ത് ചെയ്തു? ശുദ്ധീകരിച്ചു. അക്രമികൾക്ക് മാപ്പ് നൽകി. ഒരുപാട് അക്രമങ്ങൾ സഹിച്ചിട്ടാണല്ലോ ഇവിടുന്ന് മദീനയിലേക്ക് പോയത്. അവർക്കൊക്കെ എന്ത് ചെയ്തു? മാപ്പ് നൽകി. തുടർന്ന് ജസീറത്തുൽ അറബിൻ്റെ നാനാഭാഗത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹിതത്തിലെത്തി ആളുകൾ കൂട്ടമായി ഇസ്ലാം ആശ്ലേഷിച്ചു. അതിനുശേഷം ജസീറത്തുൽ അറബിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ട് എന്ത് ചെയ്തു? കൂട്ടമായി ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടുവരുന്നു. ലോക ഭരണാധികാരികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കത്തയച്ചും അവിടങ്ങളിലേക്ക് പ്രചാരകരെ അയച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടർന്നു. മക്കം ഫത്തഹായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചു. അതുപോലെ തന്നെ അവിടങ്ങളിലേക്ക് എന്ത് ചെയ്തു? പ്രചാരകരെ അയച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ സന്ദേശമെത്തി. ലോകം മുഴുവൻ എന്ത് ചെയ്തു? ഇസ്ലാമിൻ്റെ സന്ദേശമെത്തി. ജസീറത്തുൽ അറബ് മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. ജസീറത്തുൽ അറബിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചു. ഹിജ്റ 11-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹജ്ജ് നിർവഹിക്കുകയും ലോകത്തിന് സമത്വത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സന്ദേശം നൽകി വിടവാങ്ങൽ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ഹിജ്റ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹജ്ജ് നിർവഹിക്കുകയും ലോകത്തിന് സമത്വത്തിൻ്റെയും അതുപോലെ തന്നെ ധർമ്മത്തിൻ്റെയും സന്ദേശം നൽകി വിടവാങ്ങൽ പ്രഭാഷണം നടത്തുകയും ചെയ്തു. ദൗത്യം പൂർത്തിയാക്കി മദീനയിൽ തിരിച്ചെത്തി. അങ്ങനെ മക്കം ഫത്ഹൊക്കെ ആയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ മട്ടത്തിലായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ തിരിച്ചെത്തി. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ന്
തിങ്കളാഴ്ച അല്ലാഹു തആലയുടെ വിളിക്കുത്തരം നൽകി. ഹിജ്റ 11-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച എന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. റബ്ബി വർസുഖ്നാ സിയാറത്തുഹു ഖബ്ല ഖബ്ലിർ റൂഹി വൽ ഖറജി. രക്ഷിതാവെ, റൂഹ് പിടിക്കുന്നതിനും അത് പുറത്തു പോകുന്നതിനും മുമ്പ് ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണമേ. ഇനി പാഠത്തിൽ കൊടുത്ത ദുആയാണ് അല്ലാഹുമ്മ ർസുഖ്നാ ഫിദ് ദുനിയാ സിയാറത്തുഹു വഫിൽ ആഖിറതി ശഫാഅത്തുഹു യാ റബ്ബൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവേ, ദുനിയാവിൽ ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിയാറത്തും പരലോകത്ത് അവിടുത്തെ തിരുശഫാഅത്തും നൽകണമേ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഖുറാസത്തു തദ്രീബ് നോക്കാം. ഒന്നാമത്തേത് നംല ഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. 1. ഹിജ്റയുടെ 8-ാം വർഷം മക്ക വിജയമുണ്ടായി. 2. ഹിജ്റയുടെ 11-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. 3. നുബുവത്തിൻ്റെ 14-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി. 4. ഹിജ്റയുടെ 2-ാം വർഷം ബദർ യുദ്ധം നടന്നു. 5. ബദർ യുദ്ധത്തിൽ 300-ൽ പരം ആയിരുന്നു മുസ്ലിം അംഗസംഖ്യ. ഇനി നക്തുബ് ഫിഖ്റ. 1. ബദർ യുദ്ധം. ബദർ യുദ്ധത്തെക്കുറിച്ച് എഴുതാൻ പാഠത്തിൽ പറഞ്ഞു തന്നെ കൊടുത്തിട്ടുള്ളൂ, ചുരുക്കി കൊടുത്തതാണ്. മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ഖുറൈശികൾ തീരുമാനിച്ചു. ഇതിൻ്റെ ഫലമായി ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധമുണ്ടായി. 300-ൽ പരം അംഗസംഖ്യയുള്ള നിരായുധരായ മുസ്ലിം സൈന്യം 1000-ഓളം അംഗസംഖ്യയുള്ള സർവസജ്ജരായ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തി. വിശ്വാസവും ഭക്തിയുമായിരുന്നു മുസ്ലിങ്ങളെ വിജയശ്രീലാളിതരാക്കിയത്. ബദർ ഇന്നും ലോക ചരിത്രത്തിലെ മഹാസംഭവമായി നിലനിൽക്കുന്നു. ഇനി രണ്ടാമത്തെ മക്ക വിജയം, അതേക്കുറിച്ച് എഴുതാനാണ്. ഹിജ്റ 8-ാം വർഷം ഖുറൈശികൾ കരാർ ലംഘിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളുമായി മക്കയിലെത്തി. യുദ്ധമില്ലാതെ മക്കയെ കീഴ്പ്പെടുത്തി. കഅബയും പരിസരവും ശുദ്ധീകരിച്ചു. അക്രമികൾക്ക് മാപ്പ് നൽകി. തുടർന്ന് ജസീറത്തുൽ അറബിൻ്റെ നാനാഭാഗത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ആളുകൾ കൂട്ടമായി ഇസ്ലാം ആശ്ലേഷിച്ചു. ഇനി മദീനയെക്കുറിച്ച് എഴുതാനാണ്. മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തിയതിനു ശേഷമാണ് പ്രവാചക ജീവിതത്തിലെയും ഇസ്ലാമിലെയും നിർണായക സംഭവങ്ങൾ നടന്നത്. ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പ്രചാരത്തിനും സഹായിച്ച പട്ടണം, ലോകത്തെ 1-ാമത്തെ ഇസ്ലാമിക രാഷ്ട്രം, ശരിയാ നിയമങ്ങൾ സമ്പൂർണ്ണമായി പ്രയോഗവൽക്കരിക്കപ്പെട്ട പ്രദേശം, മുമ്പ് യസ്രിബ് എന്ന പേരുണ്ടായിരുന്ന പട്ടണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പലായന ശേഷം നബിയുടെ പട്ടണം എന്നർത്ഥമുള്ള മദീനത്തുൻ നബവി എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു. കാലാന്തരത്തിൽ ഈ പട്ടണം മദീന എന്ന ചുരുക്കരൂപത്തിൽ പ്രസിദ്ധമായി. ഇനി 4-മത്തേത് മദീന കരാർ. മദീനയിൽ മുസ്ലിങ്ങളുമായിട്ടുണ്ടായ കരാർ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. മദീന നിവാസികളുമായിട്ടുണ്ടാക്കിയ കരാർ. നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കണം, തിന്മയിൽ സഹകരിക്കരുത്. പുറത്തുനിന്ന് അക്രമമുണ്ടായാൽ യോജിച്ച് പ്രതിരോധിക്കണം. പ്രശ്നങ്ങളുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണം. ഇനി 5-മത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം. നബി തങ്ങളുടെ പ്രബോധനത്തെക്കുറിച്ച് എഴുതാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് കമൻറ്റ് ബോക്സിൽ ഉണ്ടാകും. അതുപോലെ അടുത്ത് മക്കാല എഴുതാനുള്ളത് ഹിജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയതിനെക്കുറിച്ച്, അതും കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ അതുണ്ടാകും. അതുപോലെ തന്നെ ഹജ്ജത്തുൽ വദാഇലെ വിടവാങ്ങൽ പ്രസംഗം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കമൻറ്റ് ബോക്സിലുണ്ടാകും. ഇൻഷാ അല്ലാഹ് അവിടെ നോക്കിയിട്ട് അത് എഴുതിയെടുക്കാവുന്നതാണ്. മലയാളത്തിലാണ് ഉണ്ടാവുക, അത് അറബി മലയാളത്തിലേക്ക് എഴുതിയെടുക്കുക. അറബി മലയാളം എഴുതാനുള്ള പ്രയാസം കൊണ്ടാണ് ഇത് മലയാളത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി 11 അതിൽ അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ ഗണത്തിനനുസരിച്ച് എഴുതുക എന്ന്, വർഷാടിസ്ഥാനത്തിൽ എഴുതാനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നബുവത്തിൻ്റെ 11-ാം വർഷം ഇസ്രാ മിഅ്റാജ് നടന്നു. നബുവത്തിൻ്റെ 13-ാം വർഷം ഹിജ്റ പോയി.
ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധം നടക്കുന്നു. ഹിജ്റ 3-ാം വർഷം ഉഹദ് യുദ്ധം. ഹിജ്റ 5-ാം വർഷം ഖന്തഖ് യുദ്ധം. ഹിജ്റ 6-ാം വർഷം ബൈഅത്തുർ റിദ്വാൻ. ഹിജ്റ 7-ാം വർഷം ഖൈബർ കീഴടക്കി. ഹിജ്റ 8-ാം വർഷം മക്ക വിജയം. ഹിജ്റ 9-ാം വർഷം തബൂക്ക് യുദ്ധം. ഹിജ്റ 10-ാം വർഷം ഹജ്ജത്തുൽ വദാ. ഹിജ്റ 11-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. ഇനി തഖ്സീസ് കൊടുത്തിട്ടുള്ളത് ഒന്ന്, മൗലിദ് കിതാബിലെ ഇന്ന ബൈത്തൻ അന്ത സാക്കിനഹു എന്ന കവിത ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചെയ്യാനുള്ളതാണ്. അടുത്ത് തൊലഅൽ ബദ്റു അലൈന എന്ന കവിതയും ആശയവും ക്ലാസ്സിൽ അവതരിപ്പിക്കുക. തൊലഅൽ ബദ്റു എന്നുള്ള ബൈത്തും അതിൻ്റെ ആശയവും ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ പരാമർശിച്ച സ്ഥലങ്ങൾ ഭൂപടത്തിൽ കണ്ടെത്തുക. താഴെ ഭൂപടം കൊടുത്തിട്ടുണ്ട്. ആ ഭൂപടത്തിൽ നമ്മളെ ചരിത്രത്തിൽ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി നമ്മുടെ പാഠം ഇവിടെ അവസാനിച്ചു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇരു ലോകവും വിജയിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും അല്ലാഹു തആല നമുക്ക് നല്ല ഹിക്മത്തും നല്ല അറിവും ലദുന്നിയായ ഇൽമും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.